നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പാവങ്ങളുടെയും ആദിവാസി ജനതയുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സ്റ്റാൻസ്ലാവോസ് ലൂർദ് സ്വാമി എന്ന ഫാദർ സ്റ്റാൻ സ്വാമി തലോജ സെൻട്രൽ ജയിലിൽ കഴിയവേ തന്റെ സഹപ്രവർത്തകർക്ക് അയച്ച കത്തിൽ കുറിച്ച ഒരു പ്രസക്തമായ ഒരു വാചകമുണ്ട്. കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിക്കും പാടാൻ കഴിയും. പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻ സ്വാമി എത്ര ഹീനവും നീചവുമായ മാർഗങ്ങളിലൂടെയാണ് വേട്ടക്കാർ കൂട്ടിലടച്ചത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഴ്സണൽ കൺസൾട്ടിംഗ് ഫേം പുറത്തുവിട്ടത്. പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ വന്യ വയോധികനെ ആർക്കാണ് ഇത്ര ഭയം? എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? ഇത്ര നീചമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത്ര ദാരുണമായ രീതിയിൽ ഒരു മരണം വരിക്കുവാൻ എന്ത് തെറ്റാണ് അദ്ദേഹം ഈ രാജ്യത്തോട് ചെയ്തത്? ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയോ ഫാദർ സ്റ്റാൻ സ്വാമി? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ജെസ്യൂട്ട് സഭ വക്താവ് ഫാദർ ബിനോയ് പിച്ചലക്കാട്ട്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് കള്ളിവയലിൽ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ബിനോയ് പിച്ചലക്കാട്ട്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആഴ്സണൽ കൺസൾട്ടിംഗ് ഫേം പുറത്തുവിട്ടത്. അതായത് നമുക്കറിയാവുന്നതുപോലെ ഏകദേശം 44ഓളം വ്യാജ രേഖകൾ ഒരു സൈബർ ആക്രമണത്തിലൂടെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ ഹാക്കർമാർ നിക്ഷേപിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം. അദ്ദേഹം 2020 ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പ് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തിരുന്നു. അതിലൊരു പ്രസക്തമായൊരു വാചകങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് ഇപ്രകാരമാണ്: വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ ഈസ് നോട്ട് സംതിങ് യൂണിക് ഹാപ്പനിങ് ടു മീ അലോൺ. ഇറ്റ് ഇസ് എ ബോർഡർ പ്രോസസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഓൾ ഓവർ ദ കൺട്രി. ഒപ്പം വി ആർ ഓൾ അവെയർ ഹൗ പ്രൊമിനന്റ് ഇന്റലക്ച്വൽസ്, ലോയേഴ്സ്, റൈറ്റേഴ്സ്, പോയിറ്റ്സ്, ആക്ടിവിസ്റ്റ്സ്, they are all put into jail because they have expressed their dissent or raised questions about the ruling power of India. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഭരണകൂട ഭീകരതയുടെ ഇരയായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി എന്ന ആരോപണത്തിന് കൂടുതൽ വ്യക്തത വരുന്നതല്ലേ കഴിഞ്ഞ ദിവസം ആഴ്സണൽ കൺസൾട്ടിംഗ് ഫേം പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ? ഫാദർ ബിനോയ് പിച്ചലക്കാട്. വാസ്തവത്തിൽ അമേരിക്ക ആസ്ഥാനമായുള്ള ആഴ്സണൽ കൺസൾട്ടിംഗ് ഫേമിന്റെ വെളിപ്പെടുത്തലുകൾ ജെസ്യൂട്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്റ്റാൻ സ്വാമി ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് മുൻപും ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷവും മരണശേഷവും സ്റ്റാൻ സ്വാമിയോടൊപ്പം ഈശോ സഭക്കാരെല്ലാം ആവർത്തിച്ച് പറഞ്ഞിരുന്നതും അടിവരയിട്ടതുമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിനെതിരെയുള്ളത് അടിസ്ഥാനരഹിതമായ തെളിവുകളാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആഴ്സണൽ കൺസൾട്ടിംഗ് കമ്പനി പോലുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ ഈ ഒരു അവകാശവാദത്തിന് അല്ലെങ്കിൽ ആവർത്തിച്ച് പറയലിന് ഉപബലകമായി തീർന്നിട്ടുണ്ട്. അത് അന്തർദേശീയ പൗരസമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കും എന്നുള്ളതും മുൻപോട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സിൽ അത് വളരെയേറെ സഹായകരമാകും എന്നുള്ള പ്രത്യാശയുണ്ടതാൻ. ഏതായാലും ഹാക്കേഴ്സ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് ഫാദർ സ്റ്റാൻ സ്വാമി തന്നെ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഫാദർ സ്റ്റാനിന് നേരെയുള്ള ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് അദ്ദേഹം കരുതിയില്ല, സഭ ഇന്നും കരുതുന്നുമില്ല. കാരണം സഹ തടവുകാരായ ബറോണ വിൽസൺ, അതുപോലെ മറ്റ് സഹ തടവുകാരായിട്ടുള്ള ആളുകളുടെ കമ്പ്യൂട്ടറുകളിൽ പോലും സുരേന്ദ്ര ഗാഡ്ലിംഗ് ഇവരുടെയൊക്കെ കമ്പ്യൂട്ടറുകളിൽ പോലും ഇടപെടലുകൾ നടത്തി ഹാക്കേഴ്സ് വ്യാജ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ തെളിവുകളാണല്ലോ ഇപ്പോൾ ആഴ്സണൽ കമ്പനി. എന്റെ ചോദ്യം ഫാദർ ബിനോയ്, ആർക്ക് വേണ്ടിയിട്ടാകാം ഈ ഹാക്കേഴ്സ് ഈ ഒരു പ്രവൃത്തി, ഇത്ര ഈ നീചമായ പ്രവൃത്തി ചെയ്തത്? നമ്മൾ നോക്കേണ്ടത് ഇത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് വ്യക്തമാണ്. ഫാദർ സ്റ്റാൻ സ്വാമി ആരാണ് ജയിലിൽ അടച്ചത്, എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം? ഇത്തരത്തിലുള്ള ഒരു റിട്രോസ്പെക്ഷൻ, ഒരു പിന്നാമ്പുറത്തിലേക്കുള്ള ഒരു നോക്കിക്കാണൽ വളരെയേറെ ആവശ്യം. ഒരു കാര്യം ഉറപ്പാണ്, ഹാക്കേഴ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്യപ്പെട്ട ഫയലുകളെല്ലാം ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരുന്നു. അതിന്റെ തെളിവുകളുമുണ്ട്. ഇപ്പൊ 2014 ഇത്തരത്തിലുള്ള ഹാക്കിംഗ് നടന്നു എന്ന് പറയുന്നു.
അത് തന്നെയാണ് ഫാദർ 2017 ബിനോയ്, എന്റെ ഒരു സംശയം അത് തന്നെയാണ്. അത് ഞാൻ ചോദിക്കാനിരുന്ന ഒരു ചോദ്യമാണ്. അത് 2018 ഈ ഭീമ ഗൊറേഗാവ് ഒരു കേസ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഫാദർ സ്റ്റാൻ സ്വാമി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുന്നത്. 2019 അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് പോലീസ് പിടിച്ചെടുക്കുന്നത്. തുടർന്ന് 2020 ഒക്ടോബറിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നു. പലപ്പോഴും ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന BJP ഗവൺമെന്റിനെതിരെയൊക്കെ അതിശക്തമായ വികാരങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ 2014 കൃത്യമായി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അറ്റാക്ക്, ഈ നെറ്റ്വയർ റിമോട്ട് ആക്സസ് ട്രോജൻ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ ആദ്യത്തെ ഒരു അറ്റാക്ക് നടക്കുന്ന ഒരു ഡേറ്റ് ഒക്ടോബർ 19, 2014. നമുക്കറിയാം മോദി സർക്കാർ, ആദ്യത്തെ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് 2014 മെയ് മാസത്തിലാണ്. അപ്പൊ ഈ ഒരു 5 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു അറ്റാക്ക് നടത്താൻ മാത്രം ഒരു ശത്രുത ഈ ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ മോദി സർക്കാരിന് ഉണ്ടാകുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ഉയരേണ്ടതല്ലേ ഫാദർ ബിനോയ്? വാസ്തവത്തിൽ ഇത് 5 മാസത്തിനുള്ളിൽ മാത്രം ഒതുക്കേണ്ട ഒരു പ്രക്രിയയായിട്ട് കാണരുത്. ഫാദർ സ്റ്റാൻ സ്വാമി അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രേക്ഷിതത്വം ആരംഭിച്ചത് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്ന് നമുക്കറിയാം. ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി, ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, വളരെ പ്രത്യേകിച്ച് പെസ 1996 പെസ ആക്ട് പ്രകാരവും ഭരണഘടനയുടെ 5ാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തി. അതിനെ പല അവസരങ്ങളിൽ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്, പബ്ലിക്കായിട്ട് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിരാഹാര സമരത്തിലിരുന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു 5 മാസത്തിനുള്ളിൽ നടന്ന ഒരു പ്രക്രിയയായിട്ട് കാണരുത്. മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു സമർപ്പണമായിരുന്നല്ലോ. മൈനിങ് കമ്പനികൾക്കെതിരെ, വനാവകാശത്തിന് വേണ്ടി, ആദിവാസികൾ അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി, അതിനുവേണ്ടിയാണല്ലോ പെർസിക്യൂട്ടഡ് പ്രിസണേഴ്സ് സോളിഡാരിറ്റി ഫോറം തന്നെ അദ്ദേഹം ആരംഭിച്ചത്. ബഗൈച്ച എന്ന് പറയുന്ന സോഷ്യൽ സെന്ററിന്റെ ഉറവിടവും അല്ലെങ്കിൽ അതിന്റെ ആരംഭവും ഇത്തരത്തിൽ നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടും നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ട് കേവലം 5 or 6 മാസങ്ങൾക്കുള്ളിൽ ഒതുക്കേണ്ട ഒരു പ്രക്രിയയല്ല ഈ ഗൂഢാലോചന. ഇത് വളരെയേറെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഭരണകൂട ശ്രമമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശാലമായ ഒരു മാട്രിക്സിൽ മാത്രമേ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢനീക്കങ്ങളെയും അതോടൊപ്പം ഫാദർ ബിനോയ് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ ഭരണകൂടം മാത്രമാണോ അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ഏരിയ വളരെയധികം വൈഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തന ഏരിയയാണ്. 1996 യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ ജാർഖണ്ഡിൽ ആദിവാസികളെ അണിനിരത്തി നടത്തിയ ഒരു സമരത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധയെ ആകർഷിക്കുന്നത്. 3 പതിറ്റാണ്ടോളം അദ്ദേഹം ആദിവാസികളുമായി ബന്ധപ്പെട്ട അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. ഒപ്പം തന്നെ ചൈബാസ് ഡാമിന്റെ നിർമ്മാണം തടയുന്നതിന് വേണ്ടി അദ്ദേഹം ശക്തമായ ഒരു പ്രക്ഷോഭം നടത്തി. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ആദിവാസികളുടെ നിയമപരമായ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയൊരു പോരാട്ടമാണ്. പലരും അദ്ദേഹത്തെ ഒരു മാവോയിസ്റ്റ് ബന്ധമൊക്കെ ആരോപിക്കുമ്പോൾ നമുക്കറിയാം മാവോയിസ്റ്റുകളൊന്നും ഒരിക്കലും ഒരു വ്യവസ്ഥാപിതമായ നിയമ മാർഗത്തിലൂടെ പോരാട്ടം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ആദിവാസികളുടെ നിയമപരമായ അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പോരാട്ടം നടത്തി. അപ്പോൾ ഭരണകൂടം മാത്രമായിരിക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എതിർക്കുന്ന ഒരു പറ്റം ഒരു ശത്രുഗണത്തിന്റെ ഒരു വ്യാപ്തി വളരെ വലുതല്ലേ ഫാദർ ബിനോയ്? അത് വളരെ ക്ലിയർ ആണ്. വാസ്തവത്തിൽ ഫാദർ സ്റ്റാൻ ചെയ്തത് എന്താണെന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആരായിരിക്കും അദ്ദേഹത്തിന്റെ ശത്രുക്കളെന്ന്. ഒന്നാമതായിട്ട് അദ്ദേഹം പ്രശ്നങ്ങൾ പഠിച്ചു, സോഷ്യോ കൾച്ചറൽ അനാലിസിസ് നടത്തി. വെറുതെ ഇങ്ങനെ വികാരാവശ്യത്താൽ കാര്യങ്ങൾ വിളിച്ചു പറയുകയായിരുന്നില്ല പല സംവാദങ്ങളിൽ നടക്കുന്നത് പോലെ. അദ്ദേഹം ഡേറ്റയുടെ വെളിച്ചത്തിലാണ്, ഡേറ്റാബേസിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യോ കൾച്ചറൽ അനാലിസിസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമരങ്ങളിൽ. രണ്ടാമതായിട്ട് കാര്യങ്ങൾ വിശദമായി പഠിച്ച് അതിന് പരിഹാരം തേടുക, അതിന് നിയമപരമായ മാർഗങ്ങൾ അനുവർത്തിക്കുക. ഫാദർ സ്റ്റാൻ സ്വാമി ഒരു ജെസ്യൂട്ട് പുരോഹിതനാണെന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി മാത്രമേ അദ്ദേഹം മുൻപോട്ട് പോയിട്ടുള്ളൂ, ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം വാദിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണ് മാവോയിസ്റ്റും നക്സലിസവും ആകുക? വാസ്തവത്തിൽ ഇതിനെ നമ്മുടെ ഭരണകൂടത്തിന്റെ നടപടികൾ അല്ലെങ്കിൽ സമീപനങ്ങൾ ആരെങ്കിലും വിമത സ്വരം ഉന്നയിച്ചോ, ആരെങ്കിലും അനീതിക്ക് വേണ്ടി പോരാടിയോ, ആരെങ്കിലും നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയോ അവരെല്ലാം രാജ്യദ്രോഹികളായി കാണുന്ന ഒരു വിശാലമായ പരിപ്രേക്ഷ്യത്തിൽ വേണം വാസ്തവത്തിൽ ഫാദർ സ്റ്റാനിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണാൻ. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അദ്ദേഹം വന അവകാശങ്ങൾക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, ആദിവാസികളുടെ തൊഴിലിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് വാദിച്ചതെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ ബദലായിട്ട് വരുന്ന, എതിർപക്ഷത്ത് വരുന്ന ആരാണ്? കോർപ്പറേറ്റുകള്, ലോബികള്, മൈനിങ് ലോബികള്,
അല്ലെങ്കിൽ എസ്റ്റേറ്റ് മാഫിയകള്, തീർച്ചയായിട്ടും അവരുടെ വലിയൊരു ഗണം തന്നെ ഉണ്ടാകും. ന്യൂനപക്ഷങ്ങളെ എന്നും അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ അവശരെ എന്നും, അവഗണിക്കപ്പെട്ടവരെ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാത്രം നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷം, അത് ഭൂരിപക്ഷം തന്നെയാണ്, ശത്രുപക്ഷമാണ്. അതിന് ഭരണകൂടവും അതിന് പിന്താങ്ങുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വേദനാജനകമായിട്ട്. അതുകൊണ്ട് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മെത്തഡോളജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശാസ്ത്രീയമായി പഠിക്കുന്നതും വിശകലനം ചെയ്യുന്നതും ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ നിയമപരമായി അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതും പോരാടുന്നതും, അതും അഹിംസാത്മകമായി, എന്നെങ്കിലും അദ്ദേഹം ആയുധമെടുത്തതായിട്ട് തെളിവുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയ്ക്ക് അദ്ദേഹം അഹിംസാത്മകവും സുവിശേഷാത്മകവുമായ ഒരു സമരരീതിയാണ് അനുവർത്തിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അത് മാതൃകാപരമാണ്. സോഷ്യൽ പ്രേക്ഷിതത്വത്തിൽ, അല്ലെങ്കിൽ സാമൂഹിക പ്രേക്ഷിതത്വത്തിൽ ഇത് വളരെ പ്രചോദനാത്മകമാണ്. ഇന്നും വിശ്വാസക്കാർ അനുവർത്തിക്കുന്നത് ഇതേ ശൈലി തന്നെയാണ്. ഒരിടത്ത് മാത്രമല്ല, പലയിടങ്ങളിൽ, അവശ്യ വിഭാഗങ്ങൾക്കിടയിൽ, ആഗോള സഭയിൽ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും അല്ലെങ്കിൽ അമേരിക്കയിലും എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു ശൈലിയാണ്. അത് ഈശോസഭക്കാരുടെ സാമൂഹിക പ്രേക്ഷിതത്വത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് വേണം കാണാൻ. അല്ലാതെ അതിനെ രാജ്യദ്രോഹമായിട്ട് ചിത്രീകരിക്കുന്നത് അപലപനീയമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. വളരെ വ്യക്തമാണ്. ഞാൻ ശ്രീ ജോയിലേക്ക് വരികയാണ്. നമുക്കറിയാം, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വളരെ പാവപ്പെട്ട ആദിവാസി ജനസമൂഹങ്ങൾക്കിടയിൽ വളരെ അഹിംസയിലൂന്നിയ ഒരു പോരാട്ടം നടത്തിയ വ്യക്തിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി. അച്ഛൻ പറയുകയുണ്ടായി, ഭരണകൂട ഭീകരതയുടെയൊക്കെ ഒരു ഇരയാണ് ഫാദർ സ്റ്റാൻ സ്വാമി. ആ വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു അറസ്റ്റിൽ മാത്രം ഈ ഫാദർ സ്റ്റാൻ സ്വാമിയെ എതിർക്കുന്നവരുടെ ഒരു ശത്രുത ഒതുങ്ങി നിന്നില്ല. ഞാൻ പറയാൻ കാരണം, 2020 ഒക്ടോബർ 8 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഏവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു പാർക്കിൻസൺസ് രോഗബാധിതനാണ്. സ്ട്രോയും സിപ്പറും തീർച്ചയായും അദ്ദേഹത്തിന് വേണം. എന്നാൽ ഒരു മാസത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് 2020 ഡിസംബർ 4 എങ്കിലും ശൈത്യകാല വസ്ത്രങ്ങളും ഒപ്പം ഈ സ്ട്രോയും സിപ്പറും ഒക്കെ അനുവദിച്ചു കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. 84 വയസ്സുള്ള ഒരു വൃദ്ധൻ, ഒരു വന്യവയോധികൻ ഒരു മാസത്തോളം നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു തന്റെ ഒരു ബേസിക് നീഡിന് വേണ്ടി. അത് തന്നെ വ്യക്തമാക്കുന്നതല്ലേ ഒരു ഭരണകൂട ഭീകരതയുടെ ഒരു ഇരയായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി എന്നത്? ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി. നമസ്കാരം. ഞാൻ ഈ വാദത്തോട് തീർച്ചയായും യോജിക്കുന്നില്ല. കാരണം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമാണ് ഉള്ളത്, തുല്യ പ്രാധാന്യമുണ്ട്. അത് ബഹുമാനപ്പെട്ട സ്റ്റാൻ സ്വാമി അച്ഛനും ലഭിച്ചിട്ടുമുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂടം സ്റ്റാൻ സ്വാമി എന്ന പുരോഹിതനെ കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ രാജ്യദ്രോഹിയാക്കാനോ ശ്രമിച്ചിട്ടില്ല. അത് കാരണം ഇദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്ന മേഖലയിൽ ഉള്ള സർക്കാർ, കഴിഞ്ഞ കുറെ നാളുകളിൽ ഏത് സർക്കാരാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും ആ കാലഘട്ടത്തിൽ ഏത് സർക്കാരാണ് ഉള്ളതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ മോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെ ഒക്കെ പറയുന്നത്, അതായത് കുറെയൊക്കെ രാഷ്ട്രീയപരമായ സാമുദായിക രാഷ്ട്രീയത്തിന്റെ കുറച്ച് പശ്ചാത്തലം കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് നോക്കാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്, ഇദ്ദേഹം ചെയ്ത പ്രവർത്തികളെ എല്ലാം വളരെയധികം ഭവ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് ഞാനും ഒരു പൗരൻ എന്ന നിലയിൽ തീർത്തും സ്വാഗതം ചെയ്യുകയാണ്. അധസ്ഥിത വർഗത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി, ജീവസന്ധാരണത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ഒരു തികഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകൻ തന്നെയാണ് ബഹുമാനപ്പെട്ട സ്റ്റാൻ സ്വാമി അച്ഛൻ. പക്ഷെ ഇവിടെ സംഭവിച്ചത്, അദ്ദേഹം പ്രവർത്തിച്ചത് ഈ പറയുന്ന പോലെ ഭൂമാഫിയ, അതുപോലെ തന്നെ കന്നി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകളിൽ വരുന്ന ആളുകൾക്ക് കുറെ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ജനത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ, ഞാൻ ഈ ഒരു കേസ് അദ്ദേഹം സ്റ്റാൻ സ്വാമി അച്ഛന്റെ അറസ്റ്റിലായപ്പോൾ ധാരാളം വൈദികരൊക്കെ ഒരുപാട് സമയം ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ ഒരൊറ്റ ഭാഗം മാത്രമേ ഉള്ളൂ, ബഹുമാനപ്പെട്ട സ്റ്റാൻ സ്വാമി അച്ഛൻ ഒരിക്കലും അത് ചെയ്തു എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല നിങ്ങളെ പോലെ. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മത സഹചാരികളിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെയോ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള റെക്കോർഡുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന തിരികെ കയറ്റലുകൾ നടത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ അവർക്കന്ന് കൊടുത്തത്. അതായത് അവർ ഒരു ട്രാപ്പ് ആക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അവരോട്
പങ്കുവച്ചത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ശ്രീ ജോയ്, അതിന്റെ അകത്തൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ കൂടെ ഉള്ളവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു ആക്ടിവിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളാണോ? അത് ആരെയാണ് അങ്ങ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കറിയാം സ്റ്റാൻ സ്വാമിയുടെ കൂടെ അറസ്റ്റ് ചെയ്ത മറ്റു വ്യക്തികളുണ്ട്, അവരും അറസ്റ്റിലാണ്. പക്ഷെ അപ്പൊ അവരാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പൊ നമുക്കറിയാം ആലപ്പുഴ രൂപതയിലെ പണ്ട് ഒരു കാർഷിക പണ്ഡിതത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു അച്ഛനുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിനെ പല കാരണങ്ങൾ കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് സാമ്പത്തിക തിരിമറി മൂലം. പക്ഷെ അദ്ദേഹം സാമ്പത്തിക തിരിമറി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ ഒരു നമ്മളൊരു ഇനിഷ്യേറ്റീവിന് വേണ്ടി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം വ്യക്തികൾ ചെയ്തു. ഇന്നും നമ്മുടെ കേരളത്തിൽ ധാരാളം വ്യക്തികൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് പുരോഹിതർ ഇനിഷ്യേറ്റീവിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് തൃശ്ശൂർ അതിരൂപതയിൽ പോലും കാണാൻ സാധിക്കും. വളരെ ശ്രീജോയ്, ഒരു നിമിഷം, ഈ കൂടെ ഉണ്ട് എന്ന് അല്ലെങ്കിൽ കൂടെ നിന്നവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കൂടെ അറസ്റ്റായ ഈ റോണ വിൽസൺ, ഒപ്പം തന്നെ സുരേന്ദ്ര ഗാഡ്ലിംഗ്, ഇവർക്ക് രണ്ടുപേർക്കും ഈ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ലാപ്ടോപ്പിന് നേരെ ഉണ്ടായ സമാനമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ ഇവരെയും ഈ കൂടെ ഉണ്ടായിരുന്നവർ ചതിച്ചു എന്നൊരു വാദഗതിയാണോ താങ്കൾ ഉയർത്തുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും, അദ്ദേഹം സ്റ്റാൻ സ്വാമിയുമായും ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയായിരുന്നു ഇവർ. അങ്ങനെയാണെങ്കിൽ ഇവര് 3 പേരിലൂടെ ടാർഗറ്റ് ചെയ്ത ഒരു ഓപ്പറേഷൻ ആയിരിക്കണം ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഓപ്പറേഷനിലൂടെ നടന്നിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഒരു ചതിയുടെ ഇരകൾ മാത്രമാണ് അവര്. അപ്പൊ നമുക്ക് അപ്പോൾ അത് കണ്ടെത്താനുള്ള ഒരു ബാധ്യത ഭരണകൂടത്തിനില്ലേ? പക്ഷെ ഓക്കെ, ഈ ഒരു വാദത്തിന് വേണ്ടിയിട്ട് താങ്കൾ പറയുന്ന ഒരു കാര്യം അംഗീകരിച്ചു എന്നിരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ ഒരു മാസത്തോളം ഒരു ബേസിക് നീഡിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ രാഷ്ട്രീയക്കാരൊക്കെ ജയിലിൽ കഴിയുമ്പോൾ ഈ കട്ടിലും ഒപ്പം തന്നെ ഫാനും AC-യും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഒരു സ്ട്രോയും സിപ്പറിനും ഒപ്പം തന്നെ ശൈത്യകാല വസ്ത്രത്തിനും വേണ്ടി 84 വയസ്സ് യുവാവല്ല 84 വയസ്സുള്ള ഒരു വൈദികന് പോരാടേണ്ടി വന്നു. അത് ഈ പാർക്കിൻസൺസ് രോഗബാധിതരാണ്, ഒപ്പം തന്നെ ഹെർണിയ രോഗം അദ്ദേഹത്തിനുണ്ട്. അത് ഒരു കൂടെ നിന്നവർ മാത്രമായിരിക്കുമോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു കാര്യം ജോർജ് സൂചിപ്പിച്ചതുപോലെ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇരയിൽ പെടുത്തൽ അല്ലെങ്കിൽ തട്ടിപ്പായിരുന്ന ഒരു കെണിയിൽ പെടുത്തലായിരുന്നു എന്നത് ഗവൺമെന്റിന് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമാണ് അത്തരം ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ നമ്മൾ അതിനുള്ള സമയം ഒരിക്കലും കിട്ടിയിട്ടില്ല. ആ ഒരു രീതിയിലേക്ക് അവതരിപ്പിക്കാനോ നമുക്ക് സാധിക്കും. നമ്മൾ തുടക്കം മുതൽ ശ്രമിച്ചതെന്താണ്, ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ കണ്ണിൽ കളിച്ചുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതാണ് വസ്തുത എന്ന് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നമ്മളിൽ നിന്ന് നടത്തേണ്ടതുണ്ട്. അതിന് കുറച്ച് സമയമെടുക്കുമായിരുന്നു. ആ പ്രോസസ്സിങ്ങിന് കുറച്ച് സമയമെടുക്കും. കാരണം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തെളിവുകളാണ് നമുക്ക് അവിടെ ഉണ്ടാക്കിയത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് ഒരു സമയമുണ്ട്, അതിനൊരു പ്രോസസ് ഉണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് സാധിച്ചില്ല. അത്തരം ദുരന്തമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ മൂലം അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത്. അപ്പം അത് ഈ പറയുന്ന നീതി കിട്ടാനുള്ള ഒരു ചെറിയ സമയത്തിനുണ്ടായ ആ ഒരു വ്യത്യാസം, അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കേസുകളെ ഇദ്ദേഹത്തിന് ഈ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ന് സമർത്ഥിക്കാനുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു അവകാശത്തെയും അതുപോലെ തന്നെ അവരുടെ പ്രതിനിധികളായിട്ടുള്ള ജസ്യൂട്ട് സഭകൾക്കും സാധിക്കാനുള്ള ഒരു സമയം കിട്ടാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വസ്തുത അമേരിക്കൻ ഏജൻസി വിട്ടിരിക്കുന്ന ഈ ഒരു വസ്തുത ശരി തന്നെയാണ്. ഇദ്ദേഹം തീർച്ചയായും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വൈദികൻ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുള്ള ഒരു വസ്തുത. ശ്രീ ജോർജ് കല്ലുവേലിൽ, ഈ 2018 ഈ എൽഗാർ പരിഷത്ത് കേസുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട അല്ലെങ്കിൽ ഒരു പ്രചാരത്തിലായ ഒരു ടേമാണ് ഈ അർബൻ നക്സൽസ് എന്നൊരു വാക്ക്. അതിന്റെ ഒരു പരിധി എന്താണ് ശ്രീ ജോർജ് കല്ലുവേലിൽ? നമുക്കറിയാം, ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുന്നവരെ ഈ അർബൻ നക്സൽസ് എന്നൊക്കെ വിളിച്ച് അവരെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ക്രൈസ്തവ സഭയുടെ ഒരു ഏരിയ തന്നെ നമുക്കറിയാം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു, ഒപ്പം തന്നെ ആദിവാസി ജനസമൂഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ക്രൈസ്തവ സഭയുടെയൊക്കെ ഒരു ഏരിയ അത് തന്നെയാണ്.
അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ ഈ അർബൻ നക്സൽസ് എന്ന് വിളിക്കുന്നവരുടെ ഒരു ചേതോവികാരം എന്താണ്? അവരുടെ ലക്ഷ്യം എന്താണ് ശ്രീ ജോർജ് കല്ലിവേൽ? ജോർജി, എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഫാദർ ബിനോയ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. എന്താണ്, ആരൊക്കെയാണ് ഭരണഘടനാപരമായി നിയമപരമായി അധസ്ഥിതർക്ക്, ദളിതർക്ക്, ആദിവാസികൾക്ക് വേണ്ടി പോരാടുന്നു, അവരെയൊക്കെ പലതരത്തിലാണ് അവരെ ഏതെങ്കിലും രീതിയിലൂടെ അവരുടെ ശബ്ദം ഇല്ലായ്മ ചെയ്യുവാനും അവരുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ഭരണകൂട ഭീകരത തന്നെയാണ്. അദ്ദേഹം, എനിക്കറിയില്ല ശ്രീ ജോയി എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അദ്ദേഹത്തിന്റെ ഒരു ന്യായവും അവിടെ ഞാൻ അംഗീകരിക്കുന്നില്ല. അതിനോട് കടുത്ത വിയോജിപ്പാണ് എനിക്കുള്ളത്. കാരണം ഇവിടെ ഇക്കാര്യത്തില് ഭരണകൂടവും അന്വേഷണ ഏജൻസികളും കോടതികളും കൃത്യമായി തന്നെ കൈകോർക്കുകയാണ്. ഇത് ഒരു കാര്യത്തിലല്ല, ഏതെങ്കിലും ഒരു വ്യക്തിപരം. ഇവിടെ ജുഡീഷ്യൽ സംവിധാനം തന്നെ അന്വേഷണ ഏജൻസികളോ പോലീസോ ഒക്കെ പറയുന്ന എല്ലാ കള്ളക്കഥകളും അപ്പടി തന്നെ അത് ശരിവെക്കുന്നതാണ്. കാരണം ഈശോ സഭയിലെ, ഞാനൊരു ഈശോ സഭ വിദ്യാർത്ഥിയാണ്, അഭിമാനത്തോടെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു ജെസ്യൂട്ട് സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ അറിയുവാനും ഇപ്പോഴും അവരുമായി വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന അവരെയൊക്കെ ഈ നിലയിലേക്ക് സമൂഹം കൊണ്ടുവരുമ്പോൾ നമ്മൾ അറിയണം, ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾക്കൊള്ളുന്ന ഒരു സഭയുടെ പ്രതിനിധിയാണ് ഇന്ത്യയിൽ ഇപ്രകാരം അതിക്രൂരമായ മരണത്തിലേക്ക് തള്ളിവിട്ടത്. നമുക്കറിയാം, ആരോഗ്യപരമായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദമായി കിടക്കുന്നില്ല. അത് ഉന്നയിച്ചുകൊണ്ട് പലതവണ ജാമ്യത്തിന് ശ്രമിച്ചപ്പോഴും ജാമ്യം നിഷേധിച്ചു. അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് കൈവറയ്ക്കുമായിരുന്നു. അവിടെ ഒരു സ്ട്രോ കൊടുക്കുവാൻ കാലതാമസം നേരിട്ടു. എന്തിനും ഏതിനും ഒരു കോടതിയിലൊന്നും പോകേണ്ട, അവിടെ ഇരിക്കുന്ന ജയിൽ വാർഡന് കൈകാര്യം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇത് മുകളിൽ നിന്നുള്ള ഒരു നിർദ്ദേശം ഇത്തരം കാര്യങ്ങളിലുണ്ട്. നമുക്കറിയാം, പലതരത്തില് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒന്നെങ്കിൽ ഇവരെ അർബൻ നക്സലുകൾ എന്നുള്ള പേരുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റു ചില പേരുകൾ. ഇപ്പൊ നമുക്കറിയാം, ക്രൈസ്തവര് പൊതുവെ ആണെങ്കിൽ വളരെ മത പരിവർത്തനം എന്നുള്ള ആക്ഷേപം ഉയർത്തി അത് ശരിയാണെന്ന് വരുത്തി തീർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ ജനതയുടെ 2.9% ഉണ്ടായിരുന്ന ക്രൈസ്തവർ ഇന്ന് 2.3% കുറഞ്ഞു. അത് ഇന്ത്യയുടെ സെൻസസിന്റെ ഫിഗറാണ്, നമ്മളാരും കൊണ്ടുവരുന്നതല്ല. അതായത് 135-140 കോടി ജനതയുടെ 0.4 കുറയുമ്പോൾ എത്ര ലക്ഷം കുറഞ്ഞു എന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണം ഗണ്യമായി താഴോട്ട് പോവുകയാണ്. മറ്റ് ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി അതാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമാണ് 100 കോടിയിൽ നിന്നും 140 കോടിയിലേക്ക് എത്തുമ്പോൾ ഈ 40 കോടിയും 2 സമുദായത്തിൽ നിന്ന് മാത്രമാണ്. പക്ഷെ ആക്ഷേപം മുഴുവൻ ഇപ്പുറത്തോട്ട് വെക്കുകയാണ്. എന്തിനാണ്? ക്രൈസ്തവർക്ക് നേരെ തിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ലക്ഷ്യം ക്രൈസ്തവര് ആദിവാസികൾക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും ദളിതർക്ക് വേണ്ടിയും സമൂഹത്തിലെ ഏറ്റവും നിരാലംബരായ അശരണരായ അവരെ കൈകോർത്തുയർത്തുന്നതിന് വേണ്ടി, യേശു ക്രിസ്തു പഠിപ്പിച്ച വഴിയിലൂടെ കടന്നു വരുന്നതിന് വേണ്ടി അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോൾ അതേ ഇല്ലായ്മ ചെയ്യേണ്ടത് രാഷ്ട്രീയ എതിരാളികളുടെ താല്പര്യമാണ്. അതിനുവേണ്ടിയാണ് ഈ അർബൻ നക്സൽ എന്ന പ്രയോഗം തന്നെ കോയിൻ ചെയ്തത്. അർബൻ നക്സൽ എന്ന് ഉദ്ദേശിച്ച് എല്ലാവരെയും, അവരാരും ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ആരെങ്കിലും പിന്തുണയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്രൈസ്തവനും പിന്തുണയ്ക്കില്ല, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു നടപടികളെയും ആരും പിന്തുണയ്ക്കില്ല. ഇവിടെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം, 2020 ജൂലൈ 5-ാം തീയതി അദ്ദേഹം മരണപ്പെടുമ്പോൾ, ഇത് 2020 ജൂലൈ 5, ശരിയല്ലേ? 2021 ജൂലൈ, സോറി 2000 കഴിഞ്ഞ വർഷം ജൂലൈ 20. ഞാൻ ഇതേക്കുറിച്ച് ആ സമയത്ത് വളരെയേറെ ജൂലൈ 5 എന്നുള്ള ആ തീയതി പോലും മനസ്സിൽ നിൽക്കുന്നതാണ്. അത് കാരണം ഇത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് 2018 ഒക്ടോബർ 8 എന്റെ ഓർമ്മ. അവിടെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി എടുത്ത തെളിവുകൾ മുഴുവൻ വ്യാജമാണ് എന്നും അത് ബോധപൂർവമാണെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു പോലീസിനോട്. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ആർസണൽ കണ്ടെടുത്തിരിക്കുന്ന അതിനകത്ത് പറഞ്ഞ ഇദ്ദേഹം ആ ഫോൾഡർ പോലും തുറന്നിട്ടില്ല ഒരു തവണ പോലും. ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹം ഈ ഗവൺമെന്റിലെ ഉന്നതരെ അറ്റാക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതായി പറയുന്ന ഒരു വ്യാജ ഒരു കത്ത് അല്ലെങ്കിൽ ഒരു നിർമ്മിതി, അത് അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. ഇത് അദ്ദേഹം പലതവണ
അദ്ദേഹത്തെ 3 ദിവസം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം പലതവണ പോലീസിനോടും അന്വേഷണ ഏജൻസികളോടും കൃത്യമായി പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോ 84 വയസ്സുള്ള വന്യവയോധികനായ ഒരു പുരോഹിതൻ, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിട്ട് കൂട്ടിയാൽ മതി, നിങ്ങളോ ഞാനോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് അതിനുള്ള നീതി, ഇവിടെ പൗരാവകാശം, മനുഷ്യാവകാശം എല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് വഴിതെളിച്ചപ്പോ ആരെങ്കിലും അതിന് ഉത്തരവാദിത്വമുണ്ടോ? പോലീസിനില്ല, NIA-ക്കില്ല, സർക്കാരിനില്ല, കോടതികൾക്കില്ല. പിന്നെ ആരാണ് ഇദ്ദേഹത്തെ കൊന്നത്? ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അപജയം കാണുന്നത്. ഇതിനെതിരെ ആണ് നമ്മൾ ശബ്ദിക്കേണ്ടത്. ഇത് ഭരണകൂട ഭീകരത തന്നെയാണ്. ഇത് ഭരണകൂട ഭീകരത അല്ലെങ്കിൽ പിന്നെ എന്താണ്? ജനങ്ങളെ ജയിലിൽ ഇട്ട് കൊല്ലുകയാണ്. അത് അദ്ദേഹം ജയിലിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് NIA ജയിലിലടയ്ക്കാനാവുള്ളൂ, എന്റെ ആശയങ്ങളെ കൊല്ലാനാവില്ല എന്ന് പറയുന്നത് പോലെ. ഇത് ഇവിടെ ഇതൊക്കെ ജനങ്ങൾ സത്യം തിരിച്ചറിയും, എന്നെങ്കിലും തിരിച്ചറിയും. നമുക്കറിയാം, ഇദ്ദേഹത്തെ മരണത്തിന്റെ പിറ്റേ ദിവസം തന്നെ ഇതേ ആർസണൽ, കാരണം ഈ ആർസണലിനാണ് ഇവരുടെ വക്കീലന്മാര് ഈ തെളിവുകൾ അയച്ചു കൊടുത്തത്, ഈ കമ്പ്യൂട്ടറിന്റെ പകർപ്പുകൾ അയച്ചു കൊടുത്തത്. അവരാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് രണ്ടാമത്തെ ആളുടെ, റോണ വിൽസന്റെ അല്ല, സുരേന്ദ്ര ഗാഡ്ഗിലിന്റെ, അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ കടന്നു കയറിയതായി, സ്പൈവെയർ കയറിയതായി അദ്ദേഹം ഉണ്ടാക്കിയതല്ല. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അന്ന് തെളിവുകൾ കൃത്യമായി കിട്ടി വരുന്നതേ ഉള്ളായിരുന്നു, നമ്മുടെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ. അപ്പോ ഇവിടെയെല്ലാം കൃത്യമായ ഒരു പദ്ധതി, ഇതൊരു പദ്ധതിയാണ്. ഇതിനകത്ത് എല്ലാവരും കൂട്ടിച്ചേരുകയാണ്. കാരണം ഇവിടെ അതിന് ഭീകരവിരുദ്ധ നിയമം എന്നൊരു നിയമം കൊണ്ടുവരികയും അതിന്റെ പുറത്ത് ആരെയും അറസ്റ്റ് ചെയ്യുകയും ആരെയും ജയിലിലിടുകയും, ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഇപ്പോഴും പുറത്തുകൂടെ നടക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ. ഇവർക്ക് തന്നെ അറിയാം കേരളത്തിൽ തന്നെ എത്രമാത്രം ഭീകര സംഘടനകൾ, ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നു, എന്തെല്ലാം തടയാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു. ഇന്ത്യയിലെല്ലാം നടക്കുന്നു. മാവോയിസ്റ്റുകളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എല്ലാ മാവോയിസ്റ്റുകളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ മറവിലേക്ക് തള്ളാനും യഥാർത്ഥത്തിൽ ആദിവാസികൾക്കും പാവങ്ങൾക്കും അധസ്ഥിതർക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്കും വേണ്ടി പോരാടുന്ന, അവർക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ആ വന്യവയോധികനായ വൈദികനെ അറസ്റ്റ് ചെയ്തതിന് ഇതിനൊന്നും ന്യായമില്ല. ഇത് ആ കൂട്ടത്തിൽ ഒന്നും പെടുത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇത്തരം തെറ്റുകളെ സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കണം. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല. നമ്മളൊരു സമൂഹം, ഇന്ത്യൻ പൗരൻ ആണെങ്കിൽ നമ്മളെ ഏതൊരു പൗരനും നാളെ ഇത് വരാം, ഇത്തരം കടന്നാക്രമണങ്ങൾ കടന്നു വരാം. നാളെ നിങ്ങൾക്കും നിങ്ങളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം, എന്നെ അറസ്റ്റ് ചെയ്യാം. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വേറൊരു മാൽവെയർ വെച്ച് ഒരാൾക്ക് സ്ഥാപിച്ചാൽ മതി, നമ്മൾ അറിയണമെന്ന് പോലുമില്ല. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത് ഉയർത്തുന്നത്. വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായി തന്നെ ശ്രീ ജോർജ് കല്ലുവേലിൽ അത് അവതരിപ്പിച്ചു. ഫാദർ ബിനോയ്, ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഒരു നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2020 ഒക്ടോബറിന് ശേഷം അറസ്റ്റിലായതിനു ശേഷമുള്ള നിയമ പോരാട്ടങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ഈ സ്ട്രോയും സിപ്പറും ലഭിക്കാൻ 1 മാസത്തോളം നിയമ പോരാട്ടം നടത്തുന്നു. ഇടക്കാല ജാമ്യത്തിന് വേണ്ടി പലതവണ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ അതിനിടയിൽ അദ്ദേഹത്തിന് കോവിഡ് വരുന്നു. കോവിഡ് പിന്നീട് സുഖം പ്രാപിക്കുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കേൾക്കുന്നതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ട വാർത്ത കോടതിയിൽ എത്തുന്നത്. ഇക്കാര്യത്തിൽ സഭയുടെ നിലപാട് പലപ്പോഴും നിയമത്തിന്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒരു ജാഗ്രത കുറവ് അല്ലെങ്കിൽ കുറെ കൂടി ഒരു കാര്യക്ഷമമായി ഒരു നിയമ സംവിധാനത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറെ കൂടി നല്ല ഒരു നിയമ വിദഗ്ധരെ ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ നിയമ പോരാട്ടം കുറെ കൂടി സുഗമമാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഒരു മരണം, ദാരുണമായ മരണം നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നില്ലേ ഫാദർ ബിനോയ്? ഇവിടെ ഇതൊരു കൗതുകകരമായ ഒരു ചോദ്യമാണ്. കാരണം ഒരു ഹോൾ ജുഡീഷ്യൽ സിസ്റ്റം, നിയമ സംവിധാനങ്ങളെ, നീതിന്യായ സംവിധാനം അപ്പാടെ തകർന്നിരിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ കോമ്പീറ്റൻസും പ്രൊഫഷണലിസും ഉള്ള ആളുകളെ വെക്കാത്തതാണോ ഈ സ്റ്റാൻ സ്വാമിയുടെ നീതി നിഷേധത്തിന് കാരണം എന്നുള്ള ഒരു ഒറ്റ ചോദ്യം. സഭയുടെ ജാഗ്രതക്കുറവ് എന്നുള്ള ചോദ്യം തന്നെ അബദ്ധജടിലാണെന്ന് ഞാൻ പറയും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം ജയിലിലായപ്പോഴും അതിനു മുൻപുള്ള കേസന്വേഷണ നടപടികൾ ഉള്ളപ്പോഴും മിഹിർ സെൻ ദേശായിയെ പോലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ആണ് വാസ്തവത്തിൽ ഇതിന്, വൃന്ദ ഗ്രോവർ, ഇവരൊക്കെ ഇതിൽ പങ്കുചേർന്നുകൊണ്ടുള്ള അന്വേഷണവും ലീഗൽ പ്രൊസീഡിങ്സ് ആണ് നടത്തിയത്. പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള
അഡ്വക്കേറ്റ്സ്, പ്രഗത്ഭരായ പ്രതിഭാധനരായ ആളുകൾ എന്നും കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ സഭ ഒരു സമീപനം നടത്തിയില്ല അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടത്തിയില്ല എന്ന് പറയുന്നത് യാതൊരുവിധ കാരണവശാലും അംഗീകരിക്കാൻ പറ്റിയ സംഭവമല്ല. പക്ഷെ അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ എന്തുകൊണ്ടായിരിക്കാം കോടതിയിൽ നിന്നൊരു നീതി കിട്ടാൻ വൈകിയത്? ഒരു ബേസിക് നീഡ്സിന് പോലും ഒരു നീതി കിട്ടാൻ ഇത്രത്തോളം ശക്തമായ ഒരു പോരാട്ടം നടത്താൻ ഇടവന്നത് എന്തുകൊണ്ടാണ്? അവിടെ എനിക്ക് തോന്നുന്നു സ്റ്റാൻ സ്വാമിയുടെ ജീവിതാനുഭവങ്ങൾ തന്നെ അതിന് മറുപടി പറയത്തുള്ളൂ. ഒന്ന്, ജോർജ് കിളവിൽ സാർ ഇപ്പൊ പറയുണ്ടായി, 83 വയസ്സുള്ള ഒരു വയോധികൻ, ആരോഗ്യത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് നമ്മൾ ജാമ്യാപേക്ഷ കൊടുത്തത്. ഇഷ്യൂവിന്റെ പേരിലല്ല, ആരോഗ്യത്തിന്റെ പേരിൽ, പാർക്കിൻസൺസ് രോഗത്തിന്റെ പേരിൽ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ പേരിൽ. അതിൽ തന്നെ ഒരു മനുഷ്യാവകാശ ലംഘനം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ജാമ്യം എല്ലാ തരത്തിലും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്ന് നമുക്കറിയാം. നിയമപരമായിട്ടുള്ള പോരാട്ടം അതിന് നടത്തിയിട്ടുണ്ട് താനും. മരണപ്പെടുന്നത് വരെ അത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള പ്രൊസീഡിങ്സ് വിദഗ്ധരുടെ ഉപദേശം അനുസരിച്ചുകൊണ്ട് മുന്നേറിയിട്ടുണ്ട്. രണ്ട്, സഭയുടെ ജാഗ്രതക്കുറവ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എനിക്കൊരു കൗണ്ടർ ചോദ്യമുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ, ഒരു മനുഷ്യാവകാശ പ്രശ്നത്തെ കേവലം ഒരു സഭയുടെ പ്രശ്നമായിട്ട് ഒതുക്കുന്ന ഒരു ലേബലിംഗ് സ്ട്രാറ്റജി കൂടി അതിലുണ്ടെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഇത് പൊതുബോധത്തിൽ ഈ ഒരു ചോദ്യം കാണുന്നുണ്ട്. ഇന്നിപ്പോ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ സാമാന്യബോധം ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കാണുന്നത്. സഭ എന്തുകൊണ്ട്? ഈ സ്റ്റാൻ സ്വാമി ആരാണ്? പ്രൈമർലി ഈസ് ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണല്ലോ. ഇന്ത്യ മഹാരാജ്യത്തെ പൗരനാണ്. അദ്ദേഹത്തിന്റെ ഭരണഘടനാ അവകാശം ലഭിക്കേണ്ടതാണ്. അപ്പോ ഫാദർ സ്റ്റാനിനെ പോലെ നീതിക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് സഭയിൽ മാത്രം ഒതുക്കരുത്. തീർച്ചയായിട്ടും സഭ ചെയ്തിട്ടുണ്ട്. ജെസ്യൂട്ട് സഭ എന്ത് ചെയ്തു എന്ന് എനിക്കറിയാം. ഫാദർ സ്റ്റാൻസ് തന്നെ അംഗമായിരുന്ന അല്ലെങ്കിൽ മുൻപ് ഡയറക്ടറായിരുന്ന ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഫാദർ ജോസഫ് സേവറിന്റെ നേതൃത്വത്തിലാണ് ജെസ്യൂട്ട്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻപോട്ട് നീക്കിയത്. അതുപോലെ ബോംബെയിലെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് മുംബൈ സെന്റ് സേവിയർസ് കോളേജിന്റെ മുൻ റെക്ടറായിരുന്ന പ്രിൻസിപ്പൾ ആയിരുന്ന ഫാദർ ഫ്രേസർ മസ്കുറിനാസ്. അത് വളരെ വിദഗ്ധരായ ജെസ്യൂട്ട് ആലംനൈ അസോസിയേഷനുകളിലുള്ള വക്കീലുമാരുടെയും പ്രതിഭാധനരായ ആളുകളുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടിയും ഏറെ വിജിലൻസോടുകൂടിയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. എത്രയോ ചർച്ചകൾ നടന്നു. സൗത്ത് ഏഷ്യൻ തലത്തിലുള്ള ചില ചർച്ചകളിൽ വ്യക്തിപരമായി ഞാനും പങ്കുചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം കാര്യഗൗരവമായി ഞങ്ങൾ ഇതിനെ ഏറ്റെടുക്കുകയും ഇതിനെ ഫാദർ സ്റ്റാനിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാതെ രാജ്യത്ത് നടമാടുന്ന ജനാധിപത്യ വ്യവസ്ഥക്കെതിരെയുള്ള ഈ സംവിധാനങ്ങൾക്കെതിരെ എന്നും ജെസ്യൂട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട്. നിയമപരമായ രീതിയിൽ നമ്മൾ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല. അതുകൊണ്ട് അത് ക്ലിയറാണ്. വളരെയേറെ ഗൗരവത്തോടുകൂടെ ഏറെ പ്രൊഫഷണൽ ആയിട്ടും കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകളെ നിയോഗിച്ചുകൊണ്ടത് ഇതിന്റെ കാര്യ ഗൗരവം മനസ്സിലാക്കി ജയിലിലാകുന്നതിന് മുൻപും ശേഷവും മരണത്തിന് ശേഷവും നമ്മൾ നിയമകാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണാനന്തര നീതിക്ക് വേണ്ടി എത്രയോ ഫയലുകൾ കൊടുത്തിരിക്കുന്നു. ബോംബെ ഹൈക്കോർട്ടിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആഴ്സണലിന്റെ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഉടനെ തന്നെ ഒരു പത്രസമ്മേളനം ഇപ്പൊ വെള്ളിയാഴ്ച നാളെ ഇത് വിളിച്ചുകൂട്ടിയാണ്. അപ്പോ മരണാനന്തര ഈശോസഭക്കാരൻ എന്ന നിലയ്ക്ക് ജെസ്യൂട്ട്സിന്റെ സൽപ്പേരിന് കളങ്കം വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സഭയ്ക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ ആയിട്ട് കാണരുത്. ഇത് ഭാരതത്തിന് മുഴുവനുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഇത് വ്യക്തമാണെന്ന് ഞാൻ വളരെ വളരെ വ്യക്തമാണ്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഒപ്പം തന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ ഫാദർ സ്റ്റാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില അപവാദങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത താങ്കൾക്ക് നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ഒരു കാര്യം, ഫാദർ സ്റ്റാൻ സ്വാമി ഒരു ലോഹ ഇട്ടുകൊണ്ടുള്ള ഒരു പിക്ചർ പോലും പുറത്തേക്ക് വരുന്നില്ല, അദ്ദേഹം കുർബാന ചൊല്ലാറില്ല എന്ന 2 ആരോപണം. അതിന് താങ്കളൊന്ന് മറുപടി പറയുക. ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. നമുക്ക് ഏതൊരു ആരോപണം മുമ്പോട്ട് വെക്കുമ്പോഴും ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ലേ നമ്മൾ നോക്കൂ. ഒരു ജെസ്യൂട്ട് എന്ന നിലയ്ക്ക് അദ്ദേഹം ജാംഷഡ്പൂർ പ്രോവിൻസിലെ അംഗമാണ്. ഞങ്ങൾക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹവാസികൾ. ഇപ്പോൾ ഫാദർ ടോണിയാണ് ബഗൈച്ചയുടെ ഡയറക്ടർ. ജാംഷഡ്പൂർ ഫാദർ ജെറിയാണ് ഇപ്പോൾ പ്രൊവിൻഷ്യല്. ഇവര് ഫാദർ സ്റ്റാനിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകള് ദിവ്യബലി അർപ്പണത്തിൽ അദ്ദേഹം പങ്കുചേർന്നു എന്ന് മാത്രമല്ല, ഒരു പുരോഹിതനായ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഓർക്കുക, ആരോഗ്യമുള്ള കാലത്ത് മാത്രമല്ല, മരണാവസ്ഥയിൽ പോലും ഫാദർ ഫ്രേസർ മസ്കുറിനാസിന് മാത്രമേ അദ്ദേഹത്തെ ബോംബെയിലെ തലോജ ജയിലിൽ നിന്ന് ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ മാറ്റിയപ്പോൾ അവിടെ പോയി കാണാൻ പറ്റുള്ളായിരുന്നു. ഒരു കാര്യം എന്നും അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഫാദർ ഫ്രേസർ എല്ലാ ദിവസവും അവിടെ പോവുകയും വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്തത്. അപ്പൊ കൗദാശിക ജീവിതം എന്ന് പറയുന്നത് ഏതൊരു പുരോഹിതന്റെയും ജീവിതത്തിൽ അതൊരു മുൻഗണനയാണ്. ഫാദർ സ്റ്റാനിന്റെ കാര്യത്തിലും ഇതിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ആളുകൾ. ഓർക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഫാദർ സ്റ്റാൻ മരിക്കുന്നതിന് അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് 1 മാസം മുൻപ് അദ്ദേഹം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന എറണാകുളം
പട്ടിയിൽ വന്നു. അദ്ദേഹം വന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച, ഇപ്പം അടപ്പുരച്ചനെ അദ്ദേഹത്തിന് നേരത്തെ അറിയാം, സീനിയറാണ്. ഫാദർ പള്ളിവാതുക്കൽ, ഫാദർ നമ്പ്യാപറമ്പിൽ, പല ആളുകളെയും നേരിൽ കാണുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ മധുരയ്ക്ക് തൃച്ചിക്കുള്ള യാത്രയിലാണ്, ഇനി നമ്മൾ കാണുമോ എന്നറിയില്ല, കാരണം അദ്ദേഹത്തിന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന ഒരു സൗഹൃദവും സ്നേഹവും പൗരോഹിത്യത്തിന്റെ തലങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇവിടെ വന്നപ്പോഴും ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരുകയും ഞങ്ങളോടൊപ്പം വ്യാപരിച്ചതും എനിക്കറിയാം. പങ്കുചേരുക മാത്രമല്ല, വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് കൗദാശിക ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അത് സഭയുടെ ഉൾത്തലങ്ങളിലുള്ള ഈശോസഭക്കാരായി ഞങ്ങൾക്ക് അത് വ്യക്തതയുണ്ട്. ഓർക്കുക, അത്തരത്തിൽ ഒരാൾ മുമ്പോട്ട് പോയില്ല എങ്കിൽ സഭയുടെ നിയമ നടപടികളിൽ ഇടപെടലുകൾ നടത്താനുള്ള നോംസ് നമുക്കുണ്ട്, കാനോനികമായ സംവിധാനങ്ങളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ സഭയ്ക്കും ജെസ്യൂട്ട് സഭയ്ക്കും അതിൻ്റെതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഊഹാപോഹങ്ങളുടെ വെളിച്ചത്തിൽ ചർച്ചയിൽ പങ്കുചേരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇത് അടിസ്ഥാനരഹിതമാണ്. പൊതുബോധത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധാരണ എങ്ങനെയെങ്കിലും കയറിയിട്ടുണ്ട് എങ്കിൽ അത് ഇതിലും ഗൗരവമേറിയ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ അല്ലെങ്കിൽ പൗരോഹിത്യത്തിന് അപ്പുറമുള്ള അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള ഇടപെടലുകളെ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയാണ്. ഇനിയും ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു റിച്വലിസ്റ്റിക് പ്രീസ്റ്റ് ആയിട്ട് മാത്രം നമ്മൾ അദ്ദേഹത്തെ കാണരുത്. കാരണം റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, റൂബ്രിക്സ്, എങ്ങനെ കുർബാന കൃത്യമായിട്ട് ചൊല്ലുക, അതിനുശേഷം ഒരു സാമൂഹ്യപരമായ കാര്യങ്ങളോട് കണ്ണടച്ചു നിൽക്കുന്ന ഒരു പുരോഹിതൻ എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ കാലഘട്ടത്തിലെ പുരോഹിതൻ ചന്തയിലും ചന്തസ്ഥലത്തും പൊതുജന മധ്യ ഇടപെടലുകൾ നടത്തുന്നവനും അത്തരത്തിൽ പൗരോഹിത്യത്തിന് ഒരു വിശാലമായ മാനം പകർന്നേകാൻ കഴിയുന്നതുമാകും. തെയ്യാഷാദാനെ പോലുള്ള ചിന്തകർ അതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്. യുദ്ധമുഖത്തായിരിക്കുമ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ രക്തം, അതാണ് എന്റെ രക്തം എന്ന് നമ്മൾ പറയേണ്ടത്. അവരുടെ ചോരയും വിയർപ്പും പാവങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ അതാണ് എന്റെ ശരീരം എന്ന് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു മാനം ലോകത്തിന് സമ്മാനിച്ച ഒരു വന്ധ്യ പുരോഹിതൻ കൂടിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി. ഉദാശകളെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പൗരോഹിത്യമാനം ആയിരുന്നില്ല അത്. അടിയുറച്ച ബോധ്യങ്ങളുടെ വെളിച്ചത്തിലും സാക്രമെന്റാലിറ്റി അല്ലെങ്കിൽ കൗദാശികതയുടെ ആഴങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അവിടെ യാതൊരു കോംപ്രമൈസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പൊതുജനം അറിയണം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും 60-ലധികം വർഷം ഈശോസഭയിൽ ചെലവഴിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈശോസഭയിലെ അധികാരികളും പറയുന്നതിനപ്പുറമുള്ള ഒരു ക്രെഡിബിൾ സോഴ്സ് ഈ കാലഘട്ടത്തിൽ മറ്റൊരിടത്തും കിട്ടില്ല. അതുകൊണ്ട് ഊഹാഭോഗങ്ങൾ വേണ്ട. ഫാദർ സ്റ്റാൻ സ്വാമി വാസ് എ പ്രീസ്റ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ്. അത് പറയാതിരിക്കാൻ വയ്യ. അത് പറയുക എന്നുള്ളത് ഒരു മരണാനന്തര ബഹുമതി തന്നെയായിട്ട് ഞാൻ വളരെ വ്യക്തമായി തന്നെ അങ്ങ് അത് അവതരിപ്പിച്ചു. പാവങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് മരണത്തിന് മുമ്പും അതിനുശേഷവും ഇത്രത്തോളം ക്രൂരമായ അപവാദങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത് തികച്ചും ദൗർഭാഗ്യകരം തന്നെയാണ്. ഞാൻ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളിയിലേക്ക് വരികയാണ്. ആദ്യഘട്ടത്തിൽ താങ്കൾ പറയുകയുണ്ടായി ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഫാദർ സ്റ്റാൻ സ്വാമിയെ കൂടെയുള്ളവർ കുടുക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം താങ്കൾ ഉന്നയിച്ചു. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആർസണൽ കൺസൾട്ടിംഗ് ഫേമിന്റെ ആ ഒരു റിപ്പോർട്ടിലൂടെ ഞാനൊന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ 6ാമത്തെ സെക്ഷനിൽ അറ്റാക്കർ ക്ലീനപ്പ് ആൻഡ് ആന്റി ഫോറൻസിക് ആക്ടിവിറ്റി എന്ന ഒരു ഹെഡിങ്ങിന്റെ അടിയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ലാപ്ടോപ്പ് പോലീസ് പിടിച്ചെടുക്കുന്നത് 2019 ജൂൺ 12-നാണ്. എന്നാൽ 2019 ജൂൺ 11-ന് ഈ ഹാക്കർ നടത്തിയ എല്ലാ മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും 2019 ജൂൺ 11-ന് തന്നെ ആ ഒരു വ്യക്തി അദ്ദേഹം ആ ലാപ്ടോപ്പിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അത് ഫയലുകളല്ല ഉദ്ദേശിക്കുന്ന ലോഗ് ആക്ടിവിറ്റീസ്, ഒപ്പം തന്നെ അതുമായി ഈവൻ ലോഗ്സ്, നെറ്റ്വെയർ എന്നുള്ളൊരു പ്രോജക്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട ലോഗ് ആക്ടിവിറ്റീസ് ഒക്കെ നീക്കം ചെയ്യുന്നു. അതിലൊരു നിഗൂഢതയില്ല അല്ലെങ്കിൽ ഒരു തന്ത്രം നമുക്ക് സംശയിക്കേണ്ടതല്ലേ? കാരണം ജൂൺ 12-ന് ലാപ്ടോപ്പ് പിടിച്ചെടുക്കുന്നു. അത് തീർച്ചയായും ഈ ഭരണ തലപ്പത്തുള്ളവർക്ക് കൃത്യമായി തന്നെ അറിയാമായിരിക്കുമല്ലോ. ഈ പോലീസ് ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തും, ജൂൺ 12-ന് ലാപ്ടോപ്പ് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമുണ്ട്. ആ ജൂൺ 11-ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് പിന്നിൽ ഒരു നിഗൂഢത തീർച്ചയായും സംശയിക്കേണ്ടതല്ലേ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി? അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാനുള്ളത്, ഇദ്ദേഹം ഈ ബഹുമാനപ്പെട്ട സ്റ്റാൻ സ്വാമി അച്ഛൻ നിയമം ലംഘിച്ചുവെന്നോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണത്തെ വെല്ലുവിളിച്ച് മാവോയിസ്റ്റ് ആക്രമണം നടത്തിയെന്നോ എനിക്ക് പരമായ ആരോപണമില്ല. ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ചർച്ച
അദ്ദേഹത്തിന്റെ നേരെ ഭരണകൂട ഭീകരതയാണോ എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ച മണ്ഡലത്തിലുള്ള പല കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ കുടുക്കിക്കൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ അതുകൊണ്ടാണ് എന്നെ ചോദിച്ചത്. അതിനൊരു വ്യക്തത ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പോ ഇവിടെ അതിനു മുമ്പ് ജോർജ് സാർ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു 83 വയസ്സുള്ള വ്യക്തികളാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം വന്ന് ഞാനിത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു NIA പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അദ്ദേഹത്തിന് വെറുതെ വിടാനൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിയമം അനുശാസിക്കുന്ന പോലെ നീതിയൊന്നും നടപ്പിലാക്കി കൊടുക്കാനുള്ള ഒരു വസ്തുതയും അവിടെ ഇല്ല. നമുക്ക് മാനുഷികപരമായ വികാരങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതൊന്നും ഒരു അന്വേഷണ ഏജൻസിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ നിൽക്കുന്നത് തെളിവുകളാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിന് മുന്നിൽ ഇരിക്കുന്ന വ്യക്തി എത്ര നിസ്സഹായനാണെങ്കിലും അദ്ദേഹത്തിന് കോടതിയിൽ അദ്ദേഹത്തിന്റെ നിസ്സഹായത അല്ലെങ്കിൽ അദ്ദേഹം പ്രതിയല്ല അല്ലെങ്കിൽ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത് അറിയാമെങ്കിൽ കൂടിയും നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനും ഒന്നും തന്നെ ചെയ്യാനായിട്ട് പരീക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ വെറുതെ വിടാനും ഒന്നും തന്നെ സാധിക്കില്ല. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചത് അന്വേഷണം ത്രൂ ഔട്ട് പോകുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹം ഇപ്പൊ നമ്മുടെ വക്താവ് പറഞ്ഞതുപോലെ പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ്സിനെയൊക്കെ വെച്ച് നമ്മൾ വാദിച്ച് ഇത് തെറ്റായിട്ട് സംഭവിച്ചതാണ്, കുത്തിക്കയറ്റിയതാണ്, അല്ലെങ്കിൽ തിരികെ കയറ്റിയതാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ നിരത്താനുള്ള സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ജീവൻ നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നതോടുകൂടി അപ്പൊ അതൊരു വലിയ ലോസ് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് ഇതൊക്കെ നമ്മുടെ ഇവിടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിവിടെ ഭരണകൂട ഭീകരത എന്ന് മാത്രം ഒരു ലേബലിലേക്ക് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഇത് ഭരണകൂട ഭീകരത എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സ്റ്റാൻഡ് കൂടി നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നമ്മളൊരു ഭരണകൂട ഭീകരതയിലേക്ക് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ നമ്പിനാരായണന്റെ കേസ് ഉണ്ടായി. എത്ര നമ്പിനാരായണന്റെ നീതി കിട്ടിയത് എത്ര വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോ ഒരു ട്രാപ്പിലാക്കപ്പെടുമ്പോൾ ആ ട്രാപ്പിലാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീതിയുടെ മുന്നിൽ അത് തെളിയിക്കപ്പെടാനായിട്ട് ഒരു പ്രോസസ്സിങ്ങിന് ഒരു സമയമുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഭരണ വ്യവസ്ഥയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു ബ്രിട്ടീഷ് ഭരണഘടനയ്ക്ക് അഡോപ്റ്റ് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ നിശ്ചയം പോലെ അദ്ദേഹത്തിന്റെ എടുക്കപ്പെട്ടു. അത് മറ്റൊരു വസ്തുതയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം നമുക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ജോർജ് ചോദിച്ച വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുന്നതിന് തൊട്ട് തലേന്നാണ് ഈ പറയുന്ന റെക്കോർഡ്സുകളെല്ലാം പോയിരിക്കുന്നത്. തീർച്ചയായും ഈ ട്രാപ്പർക്ക് അതിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരിക്കും. ഇദ്ദേഹം ട്രാപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഗൂഢസംഘത്തിന് ഇത് നല്ല വ്യക്തമായിട്ടുള്ള അറിവുകൾ, ഒരുപക്ഷെ ധാരണകൾ, ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈ ഒരു അറസ്റ്റ് ഉണ്ടാകും, ഈ ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എത്തിയതിനു ശേഷം ഇത്തരം രേഖകൾ റിമൂവ് ചെയ്യുന്നതും കസ്റ്റഡിയിൽ എടുക്കുന്നതും അത് ഈ പറയുന്ന പോലെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചില പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ആയിക്കോട്ടെ അതിനുശേഷം തിരികെയാകാം. അങ്ങനെ ഈ പറയുന്ന രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്നുള്ള ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലൊക്കെ അത് അതിന് തലേന്ന് തന്നെ റിമൂവ് ചെയ്തതായിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സിമ്പിൾ കോമൺ സെൻസ് ആണ്. കാരണം എങ്ങനെയും അദ്ദേഹത്തെ ട്രാപ്പിലാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് അവർ അതിനു വേണ്ടി തന്നെയാണ് പരിശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ തലേന്ന് ഈ പറയുന്ന രേഖകൾ റിമൂവ് ചെയ്തത്. പക്ഷെ അത് ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ് ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി. അത് നമുക്കത് ആര് എന്നുള്ളൊരു ഒരു ജനറലൈസ് ചെയ്ത് ആര് എന്ന് പറയേണ്ടത് അത് അന്വേഷണ ഏജൻസിയാണ് അത് കണ്ടെത്തേണ്ടത്. പക്ഷെ അന്വേഷണ ഏജൻസി അത് കണ്ടെത്തുന്നതിന് അദ്ദേഹം നിരപരാധിയാണെന്നും ഈ രേഖകൾ ഈ പറയുന്ന പോലെ ഹാക്ക് ചെയ്ത് ഉൾപ്പെടുത്തിയതാണ് എന്നും തെളിയിക്കേണ്ടിയിരുന്നു. പക്ഷെ നമുക്കിത് സാധിച്ചില്ല. അത് മാത്രമല്ല ഈ പറയുന്ന രേഖകളെല്ലാം വരുന്നത് ഈ റിപ്പോർട്ട് വരുന്ന ഇപ്പോഴാണ്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഫർദർ ആയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സഭയുടെ അധികാരികളാണ്. അത് അതിലൂടെ നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. ശ്രീ ജോർജ് കല്ലുവേലിൽ, നമ്മൾ ഈ ഒരു സ്റ്റാൻ സ്വാമി അച്ഛന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമ്പോൾ തീർച്ചയായും പോയിന്റ് ഔട്ട് ചെയ്യേണ്ട മറ്റൊരു സൈഡ് കൂടിയുണ്ട്. ഈ വിഴിഞ്ഞം സമരം. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ഈ ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ ഒരു ഹെഡിങ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വിഴിഞ്ഞം തുറമുഖ അട്ടിമറി ഗൂഢാലോചന പിന്നിൽ 9 അംഗ സംഘം. ഒപ്പം തന്നെ ജന്മഭൂമിയിൽ വന്നൊരു ഹെഡിങ് ആണ് വിഴിഞ്ഞം കലാപം വൻ ഗൂഢാലോചന. ഈ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കേസിലും ഫാദർ സ്റ്റാൻ സ്വാമി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി, മറുസൈഡിൽ വിഴിഞ്ഞം സമരത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വൈദികർ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു, സമരമുഖത്തുണ്ടായിരുന്നു.
ഈ രണ്ട് കൂട്ടരെയും ഇല്ലായ്മ ചെയ്യുവാൻ അല്ലെങ്കിൽ അവരുടെ ഒരു സമരവീര്യം കെടുത്തുവാൻ ഭരണകൂടം അല്ലെങ്കിൽ ഇവരെ ശത്രുപക്ഷത്ത് നിർത്തുന്നവർ സ്വീകരിച്ചത് ഒരേ തന്ത്രം തന്നെയായിരുന്നില്ലേ ശ്രീ ജോർജ് കല്ലുവേലിൽ? ജോർജ്, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ഈശോസഭ വൈദികനായ ഫാദർ ബിനോയ് പറഞ്ഞൊരു കാര്യത്തെ കുറച്ചുകൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സഭ സഭയുടെ ആളായിട്ട് കാണേണ്ടതില്ലായിരുന്നു. ഒരു വ്യക്തി ഇന്ത്യ പൗരനാണ്. ഇക്കാര്യം ഇത് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ടായിരുന്നു. അവര് വേണ്ടതുപോലെ ചെയ്തില്ല. അവരാണ് ചെയ്യാതിരുന്നത്. വീഴ്ച വന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കാണ്. അവരാണ് ഈ രാജ്യത്തെ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമല്ല, ഈശോസഭ വളരെ കൃത്യമായി വക്കീലന്മാരെ ഉപയോഗിച്ചും പരമാവധി കാര്യങ്ങൾ ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയം. അതിനു പുറമെ നമ്മുടെ 3 അഭിവന്യ കർദിനാൾമാർ, കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, കർദിനാൾ മാർ ക്ലീമിസ് ബാവ എന്നിവർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് കണ്ട് ചർച്ച നടത്തുകയും ഇക്കാര്യം അന്ന് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ, കാരണം കൂടെ അവരെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് അയക്കുന്നിടം വരെ ഞാൻ കൂടെയുണ്ട്, ആ പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിലും പ്രധാനപ്പെട്ട ഒരാവശ്യം ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നീതി ലഭ്യമാക്കുക എന്നതായിരുന്നു. പ്രധാനമന്ത്രി അതല്ല, അന്വേഷണ ഏജൻസികളല്ലേ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ പൊളൈറ്റായി അദ്ദേഹം സംസാരിച്ചു. എല്ലാം ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായി. ഇവിടെ നമുക്കറിയാം, കേരളത്തിലെ മുഴുവൻ കത്തോലിക്ക ദേവാലയങ്ങളിലും പ്രാർത്ഥനാ ദിനവും പ്രതിഷേധ ദിനവും ആചരിച്ചു. വളരെ ശക്തമായ ഇടപെടലുകൾ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുണ്ടായി, ഈശോ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇവിടെ മുൻവിധിയോടെ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, പോലീസും അന്വേഷണ ഏജൻസികളും സർക്കാരും ഒരു പരിധിവരെ കോടതികളും മുൻവിധിയോടെ ഇത്തരം അവകാശ നിഷേധങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഭരണഘടനാപരമായി ഒരു പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. ഞാൻ ആ വിഴിഞ്ഞം കാര്യത്തിലേക്ക് കടന്നു. വിഴിഞ്ഞത്തും ഉണ്ടായത് വലിയ വ്യത്യാസമില്ല. അവിടെ രണ്ടബദ്ധം ഉണ്ടായതിന്റെ മറവിലാണ് ഈ സമരം പോലും നിർത്തിവെക്കേണ്ടി വന്നത്. രണ്ടബദ്ധങ്ങള് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായി. ഒന്ന്, അവര് ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അവിടെ ഒരു വൈദികൻ പറയാൻ പാടില്ലാത്ത ഒരു പരാമർശം, അദ്ദേഹം അത് പിൻവലിച്ചു, ക്ഷമ ചോദിച്ചു, ലത്തീൻ രൂപത ക്ഷമ ചോദിച്ചു. പക്ഷെ അപ്പോഴും അത് വർഗീയവൽക്കരിക്കുവാനും മുതലെടുക്കുവാനുമാണ് മന്ത്രിസഭയിലുള്ളവർ പോലും ശ്രമിച്ചത്. നമുക്ക് മനസ്സിലാക്കണം, ഇദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയോ ജനപ്രതിനിധിയോ MP-യോ MLA-യോ ഒരു പഞ്ചായത്ത് അംഗമോ പോലുമല്ല ആ തെറ്റ് പറഞ്ഞത്. വെറുമൊരു സാധാരണ പൗരൻ. അവർക്ക് ഇങ്ങനെ തെറ്റുകൾ ഉണ്ടാൽ അവർ ക്ഷമ ചോദിക്കുന്നിടത്ത് അത് അവസാനിപ്പിക്കേണ്ടതാണ്. അതുണ്ടായില്ല. അതേസമയം മന്ത്രിമാരും MLA-മാരും അടക്കമുള്ളവർ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ, വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ, വളരെ നിരുത്തരവാദപരമായ വർഗീയ പ്രസ്താവനകള് വിഴിഞ്ഞം കാര്യത്തിലുണ്ടായി. ഒരു നടപടി ഉണ്ടായില്ല. അവിടെ ഭീഷണിപ്പെടുത്തുവാനും, അവിടെ സ്ഥലത്ത് പോലും ഇല്ലാതിരുന്ന ആർച്ച് ബിഷപ്പിനെതിരെ വരെ കേസെടുക്കുക, അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുക. പിന്നീട് അതേ ആർച്ച് ബിഷപ്പിനെ അവിടെ പോയി ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോയി കാണുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം ഒരു കാപട്യമാണ്. ഇവിടെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, രാഷ്ട്രീയ നേതൃത്വവും അതാത് സർക്കാരുകൾ വരുമ്പോൾ, അത് ഇന്ന സർക്കാർ എന്നില്ല, അത് BJP എന്നോ കോൺഗ്രസ് എന്നോ അല്ല ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നോ ഒന്നുമില്ല. അവിടെ ആരായാലും ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യരെ മുദ്രകുത്തുകയും പാവങ്ങൾക്കും അധസ്ഥിതർക്കും വേണ്ടി, ആദിവാസികൾക്കും വേണ്ടി, ദളിതർക്ക് വേണ്ടി പോരാടുന്നവരെ അർബൻ നക്സൽ എന്നും മറ്റും ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും മുദ്രകുത്തി അടയ്ക്കുന്നു. യഥാർത്ഥ തീവ്രവാദികളെ അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നുമില്ല. യഥാർത്ഥ തീവ്രവാദ പ്രവർത്തനങ്ങൾ എത്ര എണ്ണം നടന്നു കേരളത്തില്? മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊലവിളി നടത്തി, കല്ലേറ് നടത്തിയിട്ട് അതിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തു? എത്ര പേർക്കെതിരെ കേസെടുത്തു? ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെയെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ക്രൈസ്തവര് വളരെ മതന്യൂനപക്ഷമാണ്. അവർക്ക് വേണ്ടത്ര രാഷ്ട്രീയമായി അവർ ഒന്നല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വോട്ട് ബാങ്ക് വെച്ച് വിലപേശൽ രാഷ്ട്രീയം അവർ നടത്താറില്ല. അപ്പോ അതിനൊക്കെ ഒരു മറ പിടിക്കുന്നു. ഈ ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലുള്ള ഒരു പുണ്യപുരുഷനായ, ഒരു വയോധികനായ
ഒരു ഈശോ സഭ വൈദികന് നേരിട്ടത് ഇതാണെങ്കിൽ സാധാരണ ഒരു 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 പൗരന് എത്രയോ പേർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി. ഇത് ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല. ഡൽഹിയിൽ എത്ര പത്രപ്രവർത്തകർ അറസ്റ്റിലായി, ഇവരെയൊക്കെ അറസ്റ്റിലായി പിന്നീട് ഏതെങ്കിലും കേസ് തെളിയിച്ചുള്ളൂ. നമുക്കറിയാം, ദേശീയ അന്വേഷണ ഏജൻസികളായിക്കോട്ടെ, ED ആയിക്കോട്ടെ, NIA ആയിക്കോട്ടെ, ഈ ഭീകരവിരുദ്ധ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തവരിൽ എത്ര പേരെ UAPA പേരിൽ അറസ്റ്റ് ചെയ്ത് എത്ര പേരെ ശിക്ഷിച്ചു, എത്ര പേർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. നിയമത്തിന്റെ മുന്നിൽ ഇതൊക്കെ പൊളിഞ്ഞിട്ടില്ലേ? 10% പോലുമില്ല ശിക്ഷാ നിരക്ക്, 5%-ത്തിലും താഴെയാണ്. ഇത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിച്ച വിഷയമാണ്. മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ വളരെ മിടുക്കിയായ MP വളരെ വ്യക്തതയോടുകൂടി ഇത് പറഞ്ഞു. അപ്പോ മഹുവ മൊയ്ത്രയെ വ്യക്തിപരമായി ആക്ഷേപിക്കാനാണ് ധനമന്ത്രി പോലും തയ്യാറായത്. അല്ലാതെ അതിന് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവില്ല. ഇവിടെ ഞാനോ നിങ്ങളോ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ ഈ വിഷയത്തിൽ പലതവണ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ സ്റ്റാൻ സ്വാമിയുടെ വിഷയവും ഈ പാവങ്ങൾക്കും ആദിവാസികൾക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടിയുള്ള വിഷയവും ഈ വിഴിഞ്ഞ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നടന്നത്, അതിനകത്ത് രാഷ്ട്രീയ ഭേദമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും അതിനകത്ത് കള്ളത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. മുതലാളിയോടൊപ്പം, മുതലാളി ഞാൻ ഉദ്ദേശിക്കുന്ന അദാനിയാണ്. അദാനിയും അംബാനിയുമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിയമനിർമ്മാണം പോലും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒരു മുതലാളി വന്നാൽ അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞ സ്തുതിയല്ലോ. അവിടെ ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഈ പണത്തിന് മുന്നിൽ പരുന്തും പറക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു വഴിക്ക് അത് നടക്കുന്നു. ഈ പാവങ്ങൾക്ക് വേണ്ടി ഭരണഘടന ഒരു പൗരന് അവകാശമായി നൽകിയിട്ടുള്ള പൗരാവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ അതുപോലും നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. മതപരമായ വിശ്വാസത്തിന്റെയും അതിന്റെയും അവകാശങ്ങൾക്ക് നേരെ കൂച്ചുവിലങ്ങടങ്ങാൻ എന്തെല്ലാം കള്ളക്കളികളാണ് നടത്തുന്നത്. മതപരിവർത്തനത്തിന് പൂർണ്ണമായും ഒരു തടസ്സവും നിയമപരമായില്ല. അതിന് പകരം എന്താ ചെയ്തത്? നിർബന്ധിത മതപരിവർത്തനം എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്ത് എല്ലാം നിർബന്ധിതത്വത്തിന്റെ മറവിൽ കൊണ്ടുവന്ന് ശരിയായതിനെയും തടയുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്ക് തടയാൻ പറ്റില്ല. ഇവിടെ കോൺഗ്രസ് മാത്രമല്ല കാണുള്ളായിരുന്നു, വേറൊരു പാർട്ടിയിലേക്ക് ഒരാൾക്കും മാറാൻ പറ്റില്ലായിരുന്നു. അവരത് ചെയ്യില്ല. കാരണം ഇവിടെ ഇത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറ്റം ആവശ്യം. മറ്റേത് വോട്ട് ബാങ്കാണ്. ഭൂരിപക്ഷം ഇതിനകത്ത് ജാതിയും മതമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഈശോ സഭ വൈദികന്റെ പ്രശ്നമല്ല, ജസ്യൂട്ട് സഭയുടെ പ്രശ്നമല്ല, കത്തോലിക്ക സഭയുടെ പ്രശ്നമല്ല, ക്രൈസ്തവരുടെ പ്രശ്നമല്ല. ഇത് ഇന്ത്യൻ പൗരന്റെ പ്രശ്നമാണ്. ആ ഇന്ത്യൻ പൗരന്റെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ രാജ്യത്തെ മുഴുവൻ ജനതയ്ക്കും ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പോഴും പേരിനൊരു ഒരു ലോക്സഭയിൽ ഒരു പ്രശ്നം ഉന്നയിച്ചതല്ലാതെ ഇക്കാര്യത്തിൽ ശക്തമായൊരു നടപടിയെടുക്കാനോ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാനോ ഈ രാജ്യത്തെ പ്രതിപക്ഷം പോലും തയ്യാറല്ല. കാരണം അവർക്ക് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ വോട്ട് കിട്ടുന്ന മറ്റു കാര്യങ്ങളും. ഒപ്പം തന്നെ ശ്രീ ജോർജ് കല്ലുവേലി, നാം ചർച്ച ചെയ്തൊരു പോയിന്റ് ആണ് ഈ നിയമ സംവിധാനങ്ങളിലെ ഒരു പോരായ്മ. പ്രത്യേകിച്ച് നമുക്കറിയാം, നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ തെളിവുകളാണ്, പക്ഷേ മാനുഷികമായിട്ടുള്ള ഒരു ആംഗിൾ കൂടി അതിൻ്റെ അകത്ത് വരേണ്ടതല്ലേ? ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ഈ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ സ്ഥാനത്ത് 84 വയസ്സുള്ള ഒരു സീനിയർ പൊളിറ്റിക്കൽ ലീഡറാണ് ഇത്തരത്തിലുള്ള ഒരു നിയമ പോരാട്ടം നടത്തിയിരുന്നത് എങ്കിൽ ഇതിന്റെ ഒരു ഔട്ട്കം ഇങ്ങനെയാകുമായിരുന്നു? ശ്രീ ജോർജ് ഒരിക്കലുമില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന നിയമമാണ് ഇന്ത്യയിലുള്ളത്. ഇവിടെ നേരെ തിരിച്ചാ നടക്കുന്നത്. നിങ്ങൾക്ക് സ്വാധീനമുണ്ടോ? നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടോ? നിങ്ങൾക്ക് മതപരമായ സ്വാധീനമുണ്ടോ? നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? നിങ്ങൾ കോർപ്പറേറ്റ് ആണോ? നിങ്ങൾ എല്ലാ കേസിൽ നിന്ന് ഊരിപ്പോകാം. ഇവിടെ എത്ര പേരാണ് കോടികൾ വെട്ടിച്ചത്? കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ളവര് ജാമ്യം നേടിയും അല്ലാതെ ഇവിടെ വിരോധിക്കുക. ഇവിടെ ലൈംഗിക പീഡന കേസുകളിൽ, ബലാത്സംഗ കേസുകളിൽ പ്രതികളായിട്ടുള്ളവര് എത്ര പേരാണ്? കേരളത്തിൽ ഉൾപ്പെടെ. ഒരു ബുദ്ധിമുട്ടും അവരെ ജയിലിലിടാനില്ല. നിയമം ഇതെല്ലാം കുറച്ചു പേർക്ക് വേണ്ടി മാത്രമാണ്. നിയമത്തിന്റെ വഴിക്കല്ല പോകുന്നത്. നിയമം സ്വാധീനത്തിന്റെയും പണത്തിന്റെയും വഴിക്കാണ് പോകുന്നത് പലപ്പോഴും. എപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷെ നിരവധി കേസുകൾ അങ്ങനെയുണ്ട്. പാവങ്ങൾക്ക് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നതിന് വേണ്ടി, അധസ്ഥിതന് വേണ്ടി, ശബ്ദമില്ലാത്തവന് വേണ്ടി, അവന് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല. അവിടെ നീതിന്യായ വ്യവസ്ഥകളിലും വലിയ തിരുത്തലുകൾ ആവശ്യമുണ്ട്.
അത് ആരെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ കുറ്റം പറയില്ല. അന്വേഷണ ഏജൻസിക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ വൈദികൻ പറയുന്നത് കാര്യമുണ്ടെന്ന് മനസ്സിലായാൽ ഇതിന് തെളിവ് കിട്ടുന്നിടം വരെ, അതായത് ഇത് പരിശോധിച്ച് കമ്പ്യൂട്ടർ പരിശോധിച്ച് ഇത് വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. 84 വയസ്സുള്ള ആ വൈദികൻ ഒരിടത്തോട്ട് ഒളിച്ചു പോവില്ല, ഒരിടത്തോട്ട് ഒളിച്ചു പോയുമില്ല. അദ്ദേഹത്തെ ഏതാനും ദിവസങ്ങൾ തുടർച്ചയായി ചോദ്യം ചെയ്തതിനു ശേഷമാണ്, അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ഒരിടത്തോട്ടും പോയില്ല, അദ്ദേഹത്തിന് ഒന്നും ഒളിക്കാനുണ്ടായിരുന്നില്ല. അത് ഇവർക്കും അറിയാമായിരുന്നു. പക്ഷേ മുകളിൽ നിന്നും ഇവിടെയുള്ള ഭരണകൂടങ്ങൾ, അത് ഞാൻ ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ അല്ല പറയുന്നത്, അത് ജാർഖണ്ഡിൽ ആര് ഭരിച്ചാലും കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും വലിയ വ്യത്യാസമൊന്നും വരികയില്ല. കാരണം ഇത്തരം കാര്യങ്ങളില് ഇവിടെ രാഷ്ട്രീയത്തെക്കാൾ ഏറെ ഇവിടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി, അവരെയൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഇവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഇവരുടെ ഭരണത്തിന് സുഖം. കാരണം ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ കനി വ്യവസായം അടക്കമുള്ളവ സംരക്ഷിക്കേണ്ടതുണ്ട്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടതാണ്, എന്താണ് തമിഴ്നാട്ടിലും സമരം നടന്നപ്പോൾ എന്താ ഉണ്ടായത്. ഞാൻ അതിലേക്ക് കടക്കുന്നു, വിശദമായി കടക്കുന്നു. പക്ഷേ ഈ രാജ്യത്ത് പൊതുവായ സമീപനമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ സമീപനം തിരുത്തിക്കുവാൻ ഈ രാജ്യത്തെ പൊതുസമൂഹം ശബ്ദമുയർത്തുന്നുണ്ട്. തിരുത്തപ്പെടേണ്ട ഒത്തിരി മേഖലകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, നേരത്തെ അങ്ങ് കൈ ഉയർത്തിയായിരുന്നു, അങ്ങേക്ക് കൂട്ടിച്ചേർക്കാം ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഈ ചർച്ചയിൽ പറയുന്ന വിഷയങ്ങള് നമ്മള് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിഷയം ചോദിച്ചു. ഇവിടുത്തെ പ്രശ്നം ഒരു ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നതല്ല. നമുക്ക് നീതി വേണമെങ്കിൽ അതിന്റെ റൈറ്റ് പാത്തിൽ പോകണം. ബഹുമാനപ്പെട്ട സ്റ്റാൻസ്വാമി അച്ഛനെ അറസ്റ്റ് ചെയ്തത് ഒരു സുപ്രഭാതത്തിൽ 5 മണിക്കോ 4 മണിക്കോ പോയിട്ട് ഓടി രക്ഷപ്പെടുമെന്ന് പറയുന്ന അടിസ്ഥാനത്തിലല്ല. നിരവധി ദിവസങ്ങൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി അദ്ദേഹത്തെ വിചാരണ ചെയ്ത് അന്വേഷിച്ചതിനു ശേഷമാണ് ഈ പറയുന്ന അറസ്റ്റിലേക്ക് പോയിട്ടുള്ളത്. ഈ വിഴിഞ്ഞ സംഭവമായി ഇപ്പോഴത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ പലതവണ തിരുവനന്തപുരം അതിരൂപതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സംസാരിച്ചതാണ്. അവിടെ എല്ലാവരും പോയ കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ രാജ്യത്തൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വക്താക്കളായിട്ടുള്ള ആരെന്ത് പറഞ്ഞാലും മനുഷ്യാവകാശപരമായിട്ടുള്ള സംസാരങ്ങൾ നടത്തിയാലും ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. അത് തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില രാഷ്ട്രീയ പ്രവർത്തകർക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ, അത് അവര് പോകുന്ന റൈറ്റ്, അവരുടെ വക്കീലന്മാർ, അവർ നിയമിക്കുന്ന വക്കീലന്മാർ പോകുന്ന റൈറ്റ് പാത്തിലാണ്. ഇന്ന് ഹൈക്കോടതി കോടതിയിൽ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വക്കീലുണ്ട്. അദ്ദേഹത്തിന് ഒരു കൊലപാതക കേസ് കൊലപാതകം ചെയ്തിട്ട് കൊണ്ടുപോയി ചെന്നാലും അദ്ദേഹത്തിന്റെ ലൂക്കോൾ വെച്ചിട്ട് വെറുതെ വിടാനുള്ള നടപടി, പിന്നെ ലൂക്കോളുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് വീമ്പ് കൊടുക്കുന്ന ഒരു വക്കീലാണ്. അപ്പോ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയിൽ വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും ബാധിക്കാനുള്ള ലൂക്കോളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അപ്പോ നമ്മുടെ റൈറ്റ് പാത്തിലൂടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല അഡ്വക്കേറ്റ്സിനെ വെച്ച് വാദിക്കേണ്ടതായിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് അതിനുള്ള സമയം ഈ പറഞ്ഞ പോലെ സ്റ്റാൻസ്വാമി ഫാദറിന്റെ മരണത്തിലൂടെ നഷ്ടപ്പെട്ടു. എങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പറയുന്ന അമേരിക്കയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ മരണാനന്തരമെങ്കിലും അദ്ദേഹത്തെ നിരപരാധിയായി വിധിക്കാനുള്ള സാധ്യതകളാണ് ജസ്റ്റിസ് സഭയ്ക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം രാജ്യത്തുള്ള നിലവിലുള്ള സംവിധാനങ്ങളെയും നിയമവ്യവസ്ഥയെയും ജുഡീഷ്യറിയെയും കൊള്ളത്തില്ല, മോശമാണ് എന്ന് പറയുന്നതിലല്ല. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി കറക്റ്റ് പാത്തിലൂടെ പോയി ജുഡീഷ്യറിയുടെ മുന്നിൽ തെറ്റ് വിലയിരുത്തി മനസ്സിലാക്കി. വ്യക്തമാണ്. ഞാൻ ഇത് സമയപരിമിതി ഇടപെടുകയാണ്. ശ്രീ ജോർജ് ചിറ്റിലപ്പള്ളി, ശ്രീ ജോർജ് കല്ലുവലിൽ കൈ ഉയർത്തിയായിരുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ലാസ്റ്റ് പോയിന്റ് ആണ്, അതിന് ടച്ചിലേക്ക് പോകും. ഈ വലിയ തെറ്റുകൾക്കെതിരെ ചെറിയ നിയമലംഘനങ്ങളിലൂടെ, അങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലും നടക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഒന്നും വിജയിക്കത്തില്ല. അതുപോലെ പണമുള്ളവന് മാത്രം നീതി. ഏറ്റവും നല്ല വക്കീലിനെ വെക്കാൻ ഇവിടുത്തെ കപിൽ സിബലിനെയോ അല്ല അതുപോലുള്ള ഹരീഷ് റാവത്തിനെ പോലുള്ള വലിയ വക്കീലന്മാർക്ക് കോടികൾ കൊടുക്കാൻ ഇവിടെ പണമുണ്ട്. അത് സാധാരണക്കാരന്റെ നീതി നിഷേധമാണെന്നാണ് പറയുന്നത്. അവിടെ പണം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം അവന് നീതി കിട്ടുകയും അത്തരം വ്യവസ്ഥയാണ് നമ്മൾ തുടച്ചിട്ടുണ്ട്. അതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഏറ്റവും ലാസ്റ്റായി ഫാദർ ബിനോയ്, ഈ ചർച്ചയുടെ ഒരു ചർച്ചാ വിഷയം ഇതായിരുന്നു. ഈ ആക്ടിവിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജാഗ്രത പാലിക്കേണ്ട കാര്യമുണ്ട്. അതിനെക്കുറിച്ചും ഒപ്പം തന്നെ ഇനി ഫാദർ സ്റ്റാൻസ്വാമിക്ക് മരണാനന്തരം നീതി ലഭ്യമാകുന്നതിന് വേണ്ടി ചെയ്യാൻ പോകുന്ന നിയമ പോരാട്ടങ്ങൾ എന്തൊക്കെയാണ്? ചുരുങ്ങിയ വാക്കുകളിൽ ഫാദർ ബിനോയ്.
എനിക്ക് ചർച്ചയുടെ ഒരു കാര്യം തോന്നിയത്, പ്രത്യേകിച്ച് ജോയി ഒക്കെ സൂചിപ്പിച്ചപ്പോഴേ, ഭരണകൂടത്തിന്റെ നിരപരാധിത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ചർച്ച പോലും നിയമപരമായ ഒരു കണ്ണാടിയിലൂടെ നോക്കിക്കണ്ട് അതിന്റെ ധാരയെ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ഇൻസൈറ്റ് ഈ ചർച്ചയിൽ ഉടലെടുത്തത് അത് നിയമവും ധാർമ്മികതയും അല്ലെങ്കിൽ നിയമവും മനുഷ്യത്വവും തമ്മിലുള്ള ഒരു ബ്ലെൻഡ് എങ്ങനെ നടപ്പിലാക്കാം. അതുകൊണ്ട് നിയമത്തിന്റെ കണ്ണാടിയിലൂടെ മാത്രം ഒരു ഇഷ്യൂവിനെ കാണുന്നതിന് പകരം മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലും അതിന്റെ പിന്നാമ്പുറങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള മാനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിയമ സംവിധാനമാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടത്. അതാണ് ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ ഭരണകൂടത്തിലും കേരളീയ ഭരണകൂടം വിഴിഞ്ഞം പറയുമ്പോഴും ഈ സമാനമായ ട്രെൻഡുകളാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലീഗൽ വേഴ്സസ് മോറൽ എന്ന് പറയുന്നതിനപ്പുറം നിയമവും ധാർമ്മികതയും മനുഷ്യത്വവും ഒന്നിക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനു വേണം നീതിന്യായ വ്യവസ്ഥയും നിയമ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വം ഒപ്പം മാധ്യമവും ഇടപെടേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഫാദർ സ്റ്റാൻ സ്വാമിക്ക് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതിൽ ഞങ്ങളുടെ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻ സ്വാമി ആർക്ക് വേണ്ടി നിലകൊണ്ടോ അവരുടെ ജീവിതവും അവരുടെ സ്വാതന്ത്ര്യവും വിമോചനവും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാൻ സ്വാമിയുടെ നിരപരാധിത്വം തെളിയിച്ച സൽപ്പേര് കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം സഹതടവുകാരായിട്ടുള്ള ആളുകളുടെ, അകാരണമായി ജയിലിൽ അടക്കപ്പെട്ട യുവജനങ്ങളുടെ, നക്സലൈറ്റ് എന്ന് മുദ്രകുത്തപ്പെട്ടിരിക്കുന്നവരുടെ വിമോചനവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻ കാണിച്ചു തന്ന മാർഗത്തിലൂടെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രേക്ഷിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജെസ്യൂട്ട്സ് ജാംഷഡ്പൂർ പ്രോവിൻസിലും ദേശീയ തലത്തിലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ആദിവാസികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെടുന്ന ഈശോസഭക്കാരുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അവിടെ സ്റ്റാൻഡ് പ്രചോദനം. അവസാനമായിട്ട് ഈശോസഭക്കാർ എന്ത് ചെയ്യും? ലീഗൽ പ്രൊസീഡിങ്സ് മുൻപോട്ട് പോകും. ഹൈക്കോർട്ടാണ് വാസ്തവത്തിൽ ഇതിൽ വിധി പുറപ്പെടുവിക്കേണ്ടത്. അത് ഇന്നസെന്റ് ആയിട്ട് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കണം എന്നുള്ള അപേക്ഷകൾ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ പത്രസമ്മേളനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നിയമ പോരാട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. വളരെ പ്രത്യാശയോടുകൂടി തന്നെ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. അതിലേറെ രാജ്യത്തിന്റെ ഭരണകൂടം, ജനാധിപത്യ വ്യവസ്ഥ, നിയമ സംവിധാനങ്ങൾ മനുഷ്യത്വപരമായ ഒരു സമീപനം കൂടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ചർച്ച കൺക്ലൂഡ് ചെയ്യാണ്. ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ കോടതിയില് നീതി തെളിയിക്കേണ്ടത് വാദപ്രതിവാദങ്ങളിലൂടെയാണ്. അവിടെ മാനുഷികപരമായ പരിഗണനയ്ക്ക് അടിസ്ഥാനമില്ല, തെളിവുകളാണ്. ആ തെളിവുകൾ ശേഖരിക്കുന്നതിന് നമുക്ക് പൈസ കൂടുതലുള്ള വക്കീല, പൈസ കുറവുള്ള വക്കീലെന്നല്ല, വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരിക, റൈറ്റ് പാത്തിലൂടെ അന്വേഷണങ്ങളെ കൊണ്ടുപോവുക, തെളിവുകൾ സബ്മിറ്റ് ചെയ്യുക, നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഭരണകൂടത്തിനെതിരെ തിരികെയല്ല. ഭരണകൂടത്തിനെതിരെ തിരിയാനായിട്ടാണ് നമ്മൾ ജുഡീഷ്യറി ആശ്രയിക്കുന്നത്. ജുഡീഷ്യറി നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ മുന്നിൽ തെളിവുകൾ കൊണ്ടുവരണം. അത് പ്രവർത്തിക്കുകയല്ല, ഭരണകൂടം ചെയ്യുന്ന തിന്മകളെ പ്രതിരോധിക്കുക. മാനുഷിക വികാരങ്ങൾ നമ്മളിവിടെ സംസാരിച്ചത് മാനുഷിക വികാരം എടുക്കണമെന്നൊന്നും അല്ല പറഞ്ഞത്. ജോയിയുടെ ആ ലോജിക്ക് വർക്കായില്ല. ഭരണകൂടത്തിന്റെ ലോജിക്ക് തന്നെയാണ് ജോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള നീതി, കറക്റ്റ് ആയിട്ട് തെളിവുകൾ സമർപ്പിക്കുക ജുഡീഷ്യറിന്റെ മുന്നിൽ, അങ്ങനെ നീതി നടപ്പാക്കി എടുക്കുക. നമ്മുടെ സമയപരിമിതി ആയതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഇക്കാര്യത്തിൽ വാദപ്രതിവാദങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കാനുണ്ട് മൂന്ന് അതിഥികൾക്കും. എങ്കിലും സമയപരിമിതി ആയതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. വേട്ടക്കാർ അതിനീചമായി കൂട്ടിലടച്ച ഫാദർ സ്റ്റാൻ സ്വാമിക്ക് മരണത്തിന് ശേഷമെങ്കിലും എത്രയും വേഗം നീതി ലഭ്യമാകട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോർജ് കൽവേലിൽ, ഫാദർ ബിനോയ്, ഒപ്പം ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, 3 പേർക്കും നന്ദി.